ഒരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിലേക്ക് ജനിച്ച് സ്വർഗസ്ഥനായ മനുഷ്യനാണ് ഞാൻ. അതായത് ജനിച്ച് സ്വർഗസ്ഥനായവൻ. സാമൂഹിക കാര്യങ്ങൾ മാത്രം നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സമൂഹത്തിന് എന്നെ തിരിച്ചറിയാൻ മാത്രമുള്ള സുപ്രസിദ്ധി ഞാൻ കൈവരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സമൂഹത്തിന് മുന്നിൽ സുപ്രസിദ്ധനല്ലാത്ത ഒരു വ്യക്തി സാമൂഹ്യ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ആരാണ് എന്നവർ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം മൂടനെ ഏൽപ്പിക്കുകയാണ്. പോങ്ങൻ മാറി നിൽക്കുമ്പോൾ മൂടൻ മൂടമലയാളവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. 17 മുതൽ 16 വരെ ആരെയും ചീത്ത വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് രാമായണ മാസമായതുകൊണ്ടല്ല, എന്റെ ജന്മമാസമായതുകൊണ്ടാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്റെ ബർത്ത്ഡേ ഹാപ്പി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജന്മദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി അനുഭവങ്ങൾ നമുക്കുണ്ടായി. ഒരു വർഷം നമ്മുടെ പ്രായത്തിൽ ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അനുഭവങ്ങൾ ചേർത്തു എന്നാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത്രത്തോളം പാകത കൈവരിച്ചു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. പക്ഷെ പോങ്ങൻ അതിനെ കാണുന്നത് എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷത്തെ കൂടി കുറച്ച് കളയുന്നു. ഒരു നിശ്ചിത കാലം മാത്രമാണ് എനിക്ക് ഈ ഭൗമലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നത്, ഭൗമജീവിയായിട്ട്. ഒരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിലേക്ക് ജനിച്ച് സ്വർഗസ്ഥനായ മനുഷ്യനാണ് ഞാൻ. അതായത് ജനിച്ച് സ്വർഗസ്ഥനായവൻ. നമ്മളുടെ മതങ്ങൾ മരണാനന്തരമാണ് നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. ഈ ഭൂമി എനിക്ക് സ്വർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം ആവേശത്തോടുകൂടി ഈ സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് വളരെ കുറച്ച് കാലവും കൂടി എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഈ സമൂഹം എന്ന് പറയുന്ന സംവിധാനം നേരത്തെ പറഞ്ഞതുപോലെ ആ വിഡ്ഢികളുടെ ഒരു അവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് കുറച്ചുകൂടി മനുഷ്യപ്പറ്റുള്ളതും സാമൂഹ്യ ബുദ്ധിയുള്ളതും പൗരബോധവുമുള്ളതായിട്ടുള്ള ഒരു ജനതയെ കൊണ്ട് നിറയുന്ന സമൂഹമായി മാറണം എന്ന് പറയുന്ന ആഗ്രഹം എനിക്ക് വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് ആ ആഗ്രഹത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒരു വ്യക്തിയെ പോലും മാറ്റാൻ കഴിയില്ല, എന്നെ അല്ലാതെ. പക്ഷെ എനിക്ക് നിരന്തരം ഇങ്ങനൊരു സമൂഹത്തെ സ്വപ്നം കാണാം. ആ സ്വപ്നം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കാം. അതിലെവിടെ തെറ്റിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും അതെനിക്ക് നിവർത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നു. എനിക്ക് സാമൂഹിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ സുപ്രസിദ്ധി കൈവരിക്കേണ്ടതായിട്ട് വരുന്നു. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മനോഭാവത്തിലൂടെ ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നെ കുറിച്ചൊരു ധാരണയുണ്ടാവും. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഞാൻ. വാസ്തവത്തിൽ എനിക്ക് എന്നെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്റെ മനോഭാവത്തിൽ എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് മൂടൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മൂടൻ അതിന് സാധിക്കും. പോങ്ങൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ മൂടൻ പോങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, പോങ്ങനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. മൂടൻ മൂഢമലയാളത്തിൽ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു എഡിറ്റർ എന്ന നിലയിൽ, എന്നെ സംബന്ധിച്ച് എഡിറ്റർ എന്ന നിലയിൽ നല്ല എഡിറ്റിംഗ് പഠിച്ച ഒരു വ്യക്തി, എഡിറ്റർ ആവാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു മോണോലോഗ് സംസാരം നടത്താം. ഒരു ടോക്കിംഗ് ഹെഡ് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എഡിറ്റിംഗിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉള്ളിൽ കിടക്കുന്ന ആ എഡിറ്റ് ചെയ്യാനുള്ള കൊതിയുടെ പൂർത്തീകരണം കൂടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ കാണിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ സമയവും കൂടുതൽ എടുക്കാറുണ്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ. ഒരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് പോങ്ങാൻ പ്രതികരിക്കാൻ വൈകുന്നു എന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് ആ വിഷയം എന്റെ ഉള്ളിൽ ഞാനൊന്ന് പരിവപ്പെടുത്തി അതിന്റെ എല്ലാ വശങ്ങളും കണ്ട് മറ്റാരും കാണാത്ത ഏതെങ്കിലും ഒരു വീക്ഷണകോണുണ്ടോ അതിന് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ പോയി നിന്ന് അതിനെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും പിന്നീട് ഈ എഡിറ്റിംഗ് കൂടെ ചേരുമ്പോഴത്തേക്കും ദിവസം 2-3 കഴിയും. എന്നാലും ഞാനൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിനകത്ത് എന്തെങ്കിലും പുതുതായിട്ടുള്ളത് കടത്താനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉഴപ്പിയിട്ടില്ല ഒരു പണിയിലും. പക്ഷേ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കാണാനോ കേൾക്കാനോ താല്പര്യമില്ല. നമ്മുടെ തംബ്നെയിലും തലക്കെട്ടുമാണ് വാസ്തവത്തിൽ ഒരു വീഡിയോയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. അതെല്ലാം എന്റേത് പൊളിവാണ്. 1 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഞാൻ ഒരു തലക്കെട്ടും തയ്യാറാക്കി തംബ്നെയിലും ഉണ്ടാക്കി ഞാൻ ഇവിടേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ ആകർഷിക്കാറൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോങ്സ്കൃതത്തിന്റെ ഒരു കുറവ്, പരിമിതി. ഇനി എനിക്ക് വലിയൊരു അപകടം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10-65,000 സബ്സ്ക്രിപ്ഷൻ ഇവിടെ സംഭവിക്കുന്ന കാലത്തോളം എന്താണ് പോങ്ങൻ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന പോങ്ങ ബുദ്ധിയുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിനകത്ത് വെള്ളം ചേർക്കപ്പെട്ടു പോയി. അതും ഒരു വലിയ തിരിച്ചടിയായി. എന്റെ ഒരു വ്യക്തിത്വത്തിനെയോ എന്റെ ചിന്താഗതിയെയോ എന്റെ മനോഭാവത്തെയോ ഒക്കെ ദിശ തെറ്റിക്കുന്ന നിലയിലുള്ള ഒരു അവസ്ഥ അത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പെട്ടെന്ന് ഒരു ഒഴുക്ക് നമ്മുടെ ചാനലിലേക്ക് വന്നു, കാഴ്ചക്കാരുടെ ഒഴുക്ക്, സബ്സ്ക്രിപ്ഷന്റെ ഒഴുക്ക്. ഒറ്റനോട്ടത്തിൽ സ്വാഭാവികമായിട്ടും നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിന്റെ പിന്നിൽ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അതായത് പോങ്സ്കൃതം, ഇയാൾ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അത് വേറൊരു തരം ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളാണ് വന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു കലർപ്പ് വന്നു. ഈ ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു മൂഢന്റെ സംസാരം വരുമ്പോഴത്തേക്കും അവരിൽ ഒരു നല്ല ശതമാനത്തെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റും, തുരത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസവും പോങ്ങൻ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും മൂഢന് സാധിക്കും എന്ന് പറയുന്ന, മൂഢ മലയാളത്തിന് അത് പറ്റുമെന്ന് പറയുന്ന ഒരു വിചാരം എനിക്ക് ഉള്ളതുകൊണ്ട് ഒരു കുറെ ആളുകളെ നമുക്ക് ഇവിടുന്ന് കൊഴിക്കാം. കമന്റ് ബോക്സിൽ നിറയെ പോങ്ങന്മാരെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ നന്നാവും. അപ്പോഴേ എനിക്ക് നന്നാവാൻ പറ്റുള്ളൂ.
നായകന്മാരില്ലാത്ത, നേതാക്കന്മാരില്ലാത്ത, അണികളില്ലാത്ത ഒരു കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നായി പോകൂ എന്ന് പറയുന്നൊരു വിചാരം എനിക്കുണ്ട്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ 6 വർഷത്തെ യൂട്യൂബ് മാധ്യമ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിനു മേൽ അതിഗംഭീരമായി പടർന്നു പന്തലിക്കണമെന്ന് പറയുന്ന വിചാരത്തോടുകൂടി സമൂഹത്തിലേക്ക് വേരാഴ്ത്തി, തായ്വേരാഴ്ത്തി, ചെറുവേരുകൾ ആഴ്ത്തിക്കൊണ്ട് സമൂഹത്തെ വളമാക്കിക്കൊണ്ട് വളരുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ ഈ നവമാധ്യമ ലോകം സൃഷ്ടിച്ചു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം കൗശല ബുദ്ധി കൊണ്ട് ഒരു കൂട്ടം ആളുകൾ തീർച്ചയായിട്ടും സമൂഹത്തിന് മേൽ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കടപുഴക്കാൻ ആരുമില്ല. ഇവർ സമൂഹത്തിനുണ്ടാക്കി വെക്കുന്ന പരിക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്ന് പറയുന്ന ഒരു ദുര്യോഗവും കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ പോങ്ങൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? പോങ്ങൻ അത്രമാത്രം സിദ്ധിയുണ്ടോ ബുദ്ധിയുണ്ടോ എന്നാരും എന്നോട് ചോദിക്കരുത്. കാരണം പോങ്ങന് സിദ്ധിയും ബുദ്ധിയും ഇല്ല. പക്ഷേ പോങ്ങന്റെ കൈവശം ധാരാളം സമയമുണ്ട്. എനിക്ക് വ്യക്തി ജീവിതം ഇല്ലാത്തത് കൊണ്ട് സമൂഹത്തിലേക്ക് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു നായയെ പോലെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ ഞാൻ. ഒരു നായയെ പോലെ സമൂഹത്തിന് നേരെ വാലാട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും കല്ലെറിയുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു എച്ചില് പോലും എറിഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് ഒന്നും, ഒരു തലോടൽ പോലും എനിക്ക് തരേണ്ടത് ആവശ്യമില്ല. പക്ഷേ ഞാൻ കുരയ്ക്കുന്നത് എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ്, എൻ്റെ നന്ദി കൊണ്ടാണ്, എൻ്റെ കൂറുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം മാത്രം നിങ്ങൾ എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ പോലും ഞാൻ സന്തോഷവാനാകുമായിരുന്നു. പക്ഷെ അതും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിച്ചത്, ആ സംസാരിച്ചവരൊക്കെ തന്നെ എന്നെ ചീത്ത പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ ദേശവിരുദ്ധനായിട്ട് പറയുന്ന അവസ്ഥ, ഹിന്ദു വിരോധിയായിട്ട് പറയുന്ന അവസ്ഥ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് മനപ്രയാസം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നൈരാശ്യമില്ല. മനപ്രയാസവും നൈരാശ്യവും രണ്ടാണ്. മനപ്രയാസം എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലാത്ത അവസ്ഥയുമല്ല. സന്തോഷവും സമാധാനവും ഒക്കെ വളരെ വലിയ രീതിയിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതം ഇല്ലാത്തത് കൊണ്ട് സമൂഹത്തെ നോക്കിയിരിക്കുമ്പോൾ സമൂഹത്തിനുണ്ടാവുന്ന കുഴപ്പങ്ങളെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സിദ്ധി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, സാമർഥ്യം കൊണ്ടല്ല, മറ്റ് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു നിരീക്ഷണ പാടവത്തിൻ്റെ മാത്രമല്ല സമയം നൽകുന്ന നിരീക്ഷണ ബുദ്ധി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതിലുള്ള വേദന ഒരല്പസ്വല്പമൊക്കെ എനിക്കുണ്ട് എന്നുള്ള ആത്മാർത്ഥമായ ഒരു പറച്ചിൽ എൻ്റെ കയ്യിലുണ്ട്, അല്ല എൻ്റെ പക്ഷത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഞാനതൊന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ സൗന്ദര്യപരമായിട്ടുള്ള ഒരു വശവും നോക്കുന്നില്ല. കാരണം ഞാൻ അത്രമാത്രം ആവേശഭരിതനാണ്. ഇത് എഡിറ്റ് ചെയ്യാതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാജലക്ഷ്മിയും രാജീവും ഒക്കെ പറഞ്ഞതുപോലെ വിരസത എന്ന് അടുത്ത മിച്ചമുള്ള ഈ രാമായണ മാസം, ഈ ജന്മദിനം, എന്നെ ജന്മമാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മാസം എന്നെ സംബന്ധിച്ചിടത്തോളം മൂഢമലയാളത്തിലൂടെയുള്ള തകർക്കലായിരിക്കും ഇവിടെ സംഭവിക്കുക. പോങ്ങനെ ഞാൻ പതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് മുത്തുപോങ്ങൻ്റെ മൂഢാവതാരമായിട്ട് തീർച്ചയായിട്ടും പോങ്ങ ഭക്തജനങ്ങൾ കാണണം എന്ന് പറയുന്ന ഒരു ചെറിയ അഭ്യർത്ഥനയോടുകൂടി, ഒരു തമാശയോടുകൂടി, ഒരു 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 ചുമ്മാ ഒരു പറച്ചിലോടുകൂടി പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ എന്നെ ഒരു നായയായിട്ടെങ്കിലും കാണുക. തീർച്ചയായിട്ടും നായയായിട്ടെങ്കിലും എന്നല്ല, നായ തന്നെയാണ് പോങ്ങൻ. തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി കുരയ്ക്കുന്ന ഒരു നായയാണ്, സമൂഹത്തിന് കാവൽ നിൽക്കുന്ന ഒരു നായയാണ്, സമൂഹത്തിന് വേണ്ടി വാലാട്ടുന്ന ഒരു നായയാണ്. കാരണം സമൂഹത്തോടുള്ള നന്ദിയും കൂറും എനിക്ക് വല്ലാതെയുണ്ട്. എന്നെ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും സമൂഹം തന്നെയാണ്. ഈ ഒരു ഇടത്തിൽ പോലും എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് എൻ്റെ പോറ്റിമാരാണ്. ഈ ചാനൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു മാസം അവരുടെ ഒരു നിശ്ചിത പങ്ക് എനിക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നത്, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. എൻ്റെ അമ്മമാരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അമ്മമാരുടെ എന്ന് പറയാൻ സാധിക്കില്ല, പെറ്റമ്മയുടെ കാര്യം പെറ്റമ്മ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ പോറ്റമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ എൻ്റെ ഈ ചാനൽ ജോയിൻ ചെയ്ത് എൻ്റെ പോറ്റിമാരായിട്ടുള്ള, എൻ്റെ രക്ഷകർത്താക്കളായിട്ടുള്ള അവരുടെ ഒരു ദയവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പോങ്ങൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിന് മുന്നിൽ ഒരു നായയുടെ നിരീക്ഷണ ബുദ്ധിയോടുകൂടി, കൂറോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളും എന്ന് പറയുന്ന ഒരു സത്യം പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം തൽക്കാലത്തേക്ക് ഇവിടെ നിർത്താം. എത്രത്തോളം ഞാൻ സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. ഇനി അടുത്ത ദിവസം മുതൽ ഈ മൂഢമലയാളത്തിന് മുന്നേ ഞാൻ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ടൈമർ എടുത്ത് ഇട്ടേക്കാം. ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ സംസാരം നിർത്താനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഞാൻ നടത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും എന്തെങ്കിലും പറയാനായി ഞാനിവിടെ വരും, നാവും എടുത്ത് വരും. എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. ഒന്നും പറയാനില്ലെങ്കിൽ പോലും ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ മനസ്സിലേക്ക് വരും. ആ വരുന്നത് ഞാൻ വാക്കുകളിലൂടെ പുറത്തേക്ക് വിടും. അതിനകത്ത് വിരസത ധാരാളം ഈ മാസം ഉണ്ടാകും. ഒരാളെങ്കിലും, ഞാനല്ലാതെ ഒരാളെങ്കിലും എന്നെ കേൾക്കാൻ ഇവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിത് തുടരും. ആരുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ എന്നോട് മാത്രമായിട്ട് ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കും. ഒരിക്കലും ക്യാമറ ഓൺ ചെയ്യും
ചെയ്യില്ല, ലൈറ്റ് ഇടില്ല. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്നോട് കൂട്ടുകൂടി നടക്കുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. പിന്നെ പോങ്ങൻ നർമ്മം കുറഞ്ഞു പോയി കേട്ടോ, പോങ്ങന് നർമ്മം കുറഞ്ഞു പോയി എന്ന് പറയുന്ന പരിഭവം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും എന്റെ നർമ്മ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവ് വന്നതല്ല, ഇടിവ് വന്നതല്ല. പകരം ഈ പക്ഷികൾ പറക്കുന്നത് പോലെ ആകാശത്തിലൂടെ വിഹക വീക്ഷണത്തിലൂടെ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്, നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട്. അകലേന്നൊരു അപകടം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ പരിഭ്രമത്തോടുകൂടി, ആശങ്കയോടുകൂടി ആ പക്ഷി ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരിക്കും, ചിറകടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അകലേന്ന് വരുന്ന ആപത്ത് കണ്ടുപോയി എന്നുള്ളത് കൊണ്ടാണ്. പോങ്ങൻ അതുപോലെ വിഹക വീക്ഷണം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ആകാശത്തുകൂടി പറക്കുന്ന ഒരു പട്ടിയാണ്, പക്ഷിയല്ല പട്ടിയാണ്, ചിറക് ഒരു പട്ടി. അപ്പോ സ്വാഭാവികമായിട്ടും പോങ്ങന് പല കാര്യങ്ങളും നേരെ ചൊവ്വയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നടന്ന് വെപ്രാളത്തിൽ പറഞ്ഞു പോകുന്നതാണ്. പലതും നിങ്ങൾക്ക് മനസ്സിലാവാറില്ല. പല മൃഗങ്ങളും പല സൂചനകളും നൽകാറുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കാറില്ല. മൃഗങ്ങളുടെ ഭാഷ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ പോങ്ങൻ പട്ടിയുടെ, ഈ പോങ്ങൻ നായയുടെ വാലാട്ടൽ നിങ്ങളോടുള്ള കൂറുകൊണ്ടാണ്. നാവാട്ടൽ തീർച്ചയായിട്ടും അത് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ, കാരണം എന്നെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോടുള്ള എന്റെ കൂറാണ് എന്റെ നാവാട്ടലിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നോ പഴയ പോങ്ങൻ, ആ പോങ്ങനിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഒരു ഇടവേള ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മൂഢമലയാളത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഈ ഇടം വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരാളെങ്കിലും പോങ്ങനെ കേൾക്കാൻ ഇവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സന്തോഷം. അതുപോലെ തന്നെ രാജലക്ഷ്മി, അവർ ഇനി ഈ വീഡിയോ കാണാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അവർ പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നറിയില്ല. രാജീവ്, അദ്ദേഹം പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ 6, 7, 8 പേര് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അത് അങ്ങനെ ആ അഭിപ്രായമുള്ള വേറെയും ഒരുപാട് പേരുണ്ടാവും. പോകേണ്ടവർ തീർച്ചയായിട്ടും പോവുക. ആരോടും വരണമെന്ന് ഞാൻ പറയില്ല, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ആരെങ്കിലും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും പോവില്ല എന്നുമുണ്ട് എന്റെ വിചാരം.